നമസ്കാരം. നമ്മൾ ഇന്ന് ഏത് ന്യൂസ് ചാനൽ എടുത്താലും കേൾക്കുന്ന വാർത്തയാണ് ട്രംപ് ഇമ്പോസ് 25% ടാരിഫ്സ് ഓൺ ഇന്ത്യൻ ഗുഡ്സ്. വാട്ട് വിൽ ഇന്ത്യ ഡു നെക്സ്റ്റ്? സോ എന്താണ് ഈ ടാരിഫ്സ് അഥവാ തീരുവ? താരിഫുകളുടെ ആശയം പുരാതന കാലം മുതലുള്ളതാണ്. പണ്ട് ഈജിപ്ത്, മെസപ്പൊട്ടോമിയ, റോമൻ ഭരണാധികാരികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ മേൽ ഒരു നികുതി ചുമത്തിയിരുന്നു. ഈ നികുതി ഈ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഒരു വരുമാന സ്രോതസ് കൂടിയായിരുന്നു. ഇവ ഇന്നും ലോകരാജ്യങ്ങൾ തന്റെ ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു റവന്യൂ ജനറേറ്റർ ആയിട്ടും രാജ്യങ്ങൾ പരസ്പരം സമ്മർദ്ദം ചെലുത്താനും പിന്നെ ചെറുതായിരുന്നു പക പോക്കാനും വരെ ഉപയോഗിച്ചു വരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ തീരുവ അഥവാ ടാരിഫ്സ് വർക്ക് ചെയ്യുന്നത്? സിമ്പിളായി പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ എടുക്കുക, ഇന്ത്യയും ചൈനയും. ചൈനയുടെ ഒരു പ്രൊഡക്റ്റിന്റെ മൊബൈൽ ഫോൺ നമ്മളൊരു 10% തീരുവ ചുമത്തി എന്ന് വിചാരിക്കുക. അഥവാ 1000 രൂപയായിരുന്ന മൊബൈൽ ഫോണിന്റെ ഇപ്പൊ വില 1100. നമ്മളെ ഇമ്പോർട്ടേഴ്സ് ഇപ്പൊ ആ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് 1000 രൂപ പ്രൊഡക്റ്റിനും 100 രൂപ ഗവൺമെന്റിനും കൊടുക്കണം. എന്നാൽ ഈ 100 രൂപ വഹിക്കുന്നത് ഈ ഇമ്പോർട്ടേഴ്സ് തന്നെയാണ്. ഇമ്പോർട്ടേഴ്സിൽ നിന്ന് ഈ ഹോൾസെയിലേഴ്സ് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഇതിന്റെ വില 1100 ആക്കി വിവരിക്കുന്നു. ഹോൾസെയിലേഴ്സിന് റീറ്റെയിലേഴ്സ് ഇത് മേടിക്കുന്ന സമയത്ത് അവരും ഇതിന് 1100 എന്ന രീതിയിൽ വിൽക്കുന്നു. ആൻഡ് ഫൈനലി കൺസ്യൂമേഴ്സും ഇതിന് 1200 രൂപ കൊടുത്ത് മേടിക്കുന്നു. അത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? ഈ 100 രൂപ എക്സ്ട്രാ വന്ന 100 രൂപ അവസാനമായി വഹിക്കുന്നത് ഈ കൺസ്യൂമേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഇപ്പോ US നമ്മുടെ മേലെ ഒരു 25% ടാരിഫ് ചുമത്തിയിരിക്കുന്നത്? അതിന് US കണ്ടെത്തിയിരിക്കുന്നത് 2 ന്യായമാണ്. ഒന്നാമത്, പല US പ്രൊഡക്ട്സിന്റെ മേലും നമ്മൾ ഹൈ ടാരിഫ്സ് ചുമത്തിയിരിക്കുന്നുവെന്നും രണ്ടാമത് റഷ്യയുമായിട്ടുള്ള നമ്മുടെ തുടർന്ന സൗഹൃദവും വ്യാപാരവുമാണ്. ഈ ടാരിഫ് ചുമത്തലിന്റെ മേലെ എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. താങ്ക് യു.